നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി എം ശിവശങ്കർ IAS കസ്റ്റംസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ പുലർച്ചെ 2:30 വരെ നീണ്ടു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി ഉണ്ടായിരുന്നത് സൗഹൃദം മാത്രമാണെന്ന് ശിവശങ്കർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. കസ്റ്റംസ് അന്വേഷണ സംഘം ഇന്ന് യോഗം ചേർന്ന് ശിവശങ്കറിന്റെ മൊഴി വിലയിരുത്തും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് SS ശരൺ, കൊച്ചിയിൽ നിന്ന് സിജോ വി ജോൺ എന്നിവർ ചേരുന്നു. ആദ്യം ശരണിലേക്ക്. ശരൺ, ഇന്നലെ 9 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യൽ അവസാനിച്ച ശേഷം അദ്ദേഹത്തെ വിട്ടയക്കുകയായിരുന്നു ഉണ്ടായത്. എന്തൊക്കെ നടപടിക്രമങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായത്? അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ നിന്നും എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഫെമി, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലാണ് ഇന്നലെ മണിക്കൂറുകളോളം നടന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഫെമി സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി എം ശിവശങ്കറിനെയാണ് കസ്റ്റംസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി 4:30 വീട്ടിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ അരമണിക്കൂറിനകം തന്നെ എം ശിവശങ്കർ തിരുവനന്തപുരത്തെ കസ്റ്റംസ് ഓഫീസിൽ നേരിട്ട് ഹാജരാകുകയും ചെയ്തു. തുടർന്നാണ് 9 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ നടക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും നേരത്തെ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ 1-ാം പ്രതിയായ സരിത്തിൻ്റെയും ഇതോടൊപ്പം തന്നെ 2-ാം പ്രതിയായ സ്വപ്നയുടെയും ഫോൺ കോൾ രേഖകൾ കസ്റ്റംസ് പരിശോധിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ചില വിവരങ്ങൾ കസ്റ്റംസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതായത് എം ശിവശങ്കർ നിരന്തരം ഇവരെ ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇവരുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഫോൺ കോൾ രേഖകളിലൂടെ കസ്റ്റംസിന് ലഭിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ശിവശങ്കറിനെ ചോദ്യം ചെയ്യാനും കസ്റ്റംസ് തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും ഇന്നലെ ചോദ്യം ചെയ്യലിനിടയിൽ ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ, ഈ സ്വർണ്ണക്കടത്തിലെ പ്രതികളുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ, ഇതോടൊപ്പം തന്നെ തൻ്റെ പദവി ഏതെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്ത് ഈ സ്വർണ്ണക്കടത്ത് റാക്കറ്റിനെ സഹായിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് കസ്റ്റംസ് ചോദിച്ചറിഞ്ഞത്. എന്നാൽ എം ശിവശങ്കർ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം വ്യക്തമാക്കുന്നത് തനിക്ക് ഈ പ്രതികളുമായിട്ട് സൗഹൃദം മാത്രമേ ഉള്ളൂ, മറിച്ച് ഇപ്പം തൻ്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ്. തനിക്ക് ഈ പ്രതികളുമായിട്ട് സൗഹൃദമുണ്ടെന്നുള്ള കാര്യം മാത്രമാണ് അദ്ദേഹം തുറന്നു സമ്മതിക്കുകയും ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെയാണ് പുലർച്ചെ 2 മണിയോടുകൂടി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് പൂർത്തിയാക്കി വിട്ടയക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും ഇന്ന് കസ്റ്റംസ് ഇന്നലെ രേഖപ്പെടുത്തിയ മൊഴികളെല്ലാം തന്നെ വീണ്ടും പരിശോധിക്കും. ഈ പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വശത്ത് ഇത്തരത്തിൽ എം ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുമ്പോൾ തന്നെ NIAയുടെ ഭാഗത്തു നിന്നുള്ള വിശദമായ റെയ്ഡ് തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നൊരു സാഹചര്യവും ഇന്നലെ രാത്രി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടോ. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ സ്വർണ്ണക്കടത്ത് കേസിലെ 3-ാം പ്രതിയായ സന്ദീപ് നായരുടെ നെടുമങ്ങാട്ടെ വസതിയിൽ NIA റെയ്ഡ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അവിടെ നിന്നും വളരെ പ്രധാനപ്പെട്ട ചില രേഖകൾ എടുത്തതായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു. അതായത് 2 ഫോണുകൾ ഈ സന്ദീപ് നായർ ഈ പിടിയിലാവുന്നതിന് തൊട്ടു മുമ്പ് ഭാര്യയ്ക്ക് കൈമാറിയ 2 ഫോണുകൾ ഈ NIA പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ചില സുപ്രധാന ഉന്നത ബന്ധം തെളിയിക്കുന്ന ചില വിവരങ്ങൾ ലഭ്യമായതായിട്ടും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സെക്രട്ടേറിയറ്റിൻ്റെ സമീപത്തുണ്ടായിരുന്ന ഒരു ആഡംബര ഹോട്ടലിൽ വെച്ചാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘം ഗൂഢാലോചന നടത്തിയെന്നുള്ളൊരു സൂചനയും നേരത്തെ കസ്റ്റംസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതായത് സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഹിൽട്ടൺ എന്നുള്ള ആഡംബര ഹോട്ടലിൽ ഈ മാസം ആദ്യം 2 റൂമുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റൂമുകൾ വച്ചാണ് ഇത്തരത്തിൽ ഈ സംഘം നിരന്തരം ഇവിടേക്ക് എത്തുകയും ഗൂഢാലോചന നടത്തിയതായിട്ടുള്ള വിവരവും ലഭ്യമാവുകയും ചെയ്തിരുന്നത്. ഏതായാലും ഇതെല്ലാം കൂടെ കൊച്ചിയിൽ നിന്ന് സിജോ വി ജോൺ കൂടി ചേരുന്നു. സിജോ, ശിവശങ്കറിനെതിരായ കുറുക്ക് മുറുകുകയാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് 9 മണിക്കൂറോളമാണ് മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നത്. ഈ പ്രതികളുമായി തനിക്ക് സൗഹൃദം മാത്രമുള്ളൂ, തന്റെ പദവി ഒരു തരത്തിലും ദുരുപയോഗം ചെയ്തിട്ടില്ല, ഇവർക്ക് ഒരു സഹായവും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് ശിവശങ്കർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ ഇതുവരെയും കസ്റ്റംസ് തയ്യാറായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ മാത്രമാണ് നിലവിൽ സ്വപ്നയും അതോടൊപ്പം തന്നെ സരിത്തിനെയും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് വിവരങ്ങൾ തേടാനോ സാധിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നിലവിൽ ഇരുവരും NIAയുടെ കസ്റ്റഡിയിലാണുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ വീണ്ടും വിവരങ്ങൾ തേടുകയാണ് അവർ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. അതായത് NIA ഒന്നെങ്കിൽ ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലായതുകൊണ്ട് നേരിട്ട് NIAയിൽ അവരെ കസ്റ്റഡിയിൽ വാങ്ങി അല്ലെങ്കിൽ അവരുടെ ചോദ്യം ചെയ്യുന്ന പറയുന്ന കസ്റ്റംസിന് ഇപ്പോൾ പ്രായോഗികമായ കാര്യമല്ല.
ഒരുപക്ഷെ NIA ഉദ്യോഗസ്ഥരുമായി ഇന്ന് രാവിലെ തന്നെ സംസാരിക്കുകയും ശിവശങ്കർ നൽകിയ മൊഴിയിൽ അതിൽ വ്യക്തത വരുത്താൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. രാവിലെ ഉന്നത കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ യോഗം കൊച്ചിയിൽ ചേരുകയുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ അകത്ത് തുടർ നടപടികളെ സംബന്ധിച്ച തീരുമാനമുണ്ടാകുക. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ പ്രതിയുമായി സ്വപ്നയുമായി ഇദ്ദേഹം സംസാരിച്ചതിന്റെ ടെലിഫോൺ സംഭാഷണ രേഖകൾ പുറത്തു വന്നിരുന്നു. ഈ സ്വർണ്ണക്കടത്ത് നടന്ന ദിവസങ്ങളിൽ തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഇവർ തമ്മിൽ ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും സ്വാധീനം ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ശിവശങ്കർ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും വഴിവിട്ട സഹായം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കസ്റ്റംസ് ഇപ്പോഴും അത്തരത്തിൽ സംശയത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സ്വപ്നയുടെ 3 ഫോണുകളാണ് സ്വപ്നയ്ക്കുള്ളത്. അതിൽ ഒരു ഫോൺ മാത്രമാണ് ഇതുവരെ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ രേഖകൾ മാത്രമാണ് പരിശോധിക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റ് 2 ഫോണുകൾ കൂടിയുണ്ട്. ഇതിന്റെ കൂടി രേഖകൾ വരുന്നതനുസരിച്ച് കൂടുതൽ പങ്കാളിത്തം ഇവർക്കുണ്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സ്വർണ്ണക്കടത്തുമായി നേരിട്ട് ഇടപെട്ട ആളുകളുമായി ഇദ്ദേഹം സംസാരിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെലുത്തുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ ശിവശങ്കറിന് ഈ മൊഴിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കസ്റ്റംസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. കൂടുതൽ തെളിവുകൾ തേടിയതിനു ശേഷം വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് ആരംഭിച്ചിരിക്കുന്നത്. ശരൺ വീണ്ടും ചേരുന്നു. ശരൺ, സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഒരു അടിയന്തര നടപടി സ്വീകരിക്കണം, ശിവശങ്കറിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ഒരു ആവശ്യം മന്ത്രിസഭയിൽ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നടപടിയിലേക്ക് ശിവശങ്കറിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? ശിവശങ്കറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ കടുത്ത നടപടികൾ വേണമോ എന്നുള്ള കാര്യത്തിൽ അടക്കം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആലോചന ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ഈ കേസ് വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി ആദ്യം മുതൽ സ്വീകരിച്ചിരുന്ന നിലപാട് എന്ന് പറയുന്നത് ശിവശങ്കറിനെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യമില്ല എന്നുള്ള കാര്യമാണ്. അതായത് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്ന മുറയ്ക്ക് സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വാർത്താ സമ്മേളനങ്ങളിൽ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്നലെ ഇത്തരത്തിൽ കസ്റ്റംസിന് കൃത്യമായി തന്നെ വിവരങ്ങൾ ലഭിക്കുകയും അതായത് ഈ സ്വപ്നയെയും സരിത്തിനെയും ശിവശങ്കർ വിളിച്ചിട്ടുണ്ട് അടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ശിവശങ്കറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നത്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ സർക്കാർ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉടൻ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കാരണം ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദമായി മാറുന്ന സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങളടക്കം പലരുടെയും ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള ആരോപണം വലിയ തോതിൽ തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നത്, അതായത് മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി കൂടിയായിരുന്ന ശിവശങ്കറിനെ നേരത്തെ നീക്കം ചെയ്തിരുന്നത്, അതായത് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നത് ഈ വനിതയുമായി വിവാദം ഉണ്ടായിരുന്ന, അതായത് ഈ സ്വപ്നയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നാട്ടുകാരടക്കം ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ് ശിവശങ്കറിനെ തന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നുള്ള കാര്യമാണ്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുകയും ശിവശങ്കറിനെതിരെയുള്ള നീക്കം കസ്റ്റംസ് ശക്തമാക്കിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിശദ വിവരങ്ങളായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികളായ SS ശരണും സിജോ വിജോണും നൽകിയത്. ശിവശങ്കറിനെ ഇന്ന് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേക്കും. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനം. വിഷയം കൂടുതൽ സങ്കീർണമാകുന്നതിന് മുൻപ് നടപടി വേണമെന്ന ആവശ്യം മുന്നണിക്ക് ഉള്ളിലുമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്നയും സരിത്തുമായി ശിവശങ്കർ തുടർച്ചയായി ഫോണിൽ സംസാരിച്ചതിന്റെ തെളിവുകൾ അദ്ദേഹത്തിനെതിരെ വകുപ്പുതല നടപടിക്കുള്ള മതിയായ കാരണമായി സർക്കാർ വിലയിരുത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തുവന്നത് സർക്കാരിനെ ഒന്നാകെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് വേഗത്തിൽ ലഭ്യമാക്കി അടിയന്തര നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അടിസ്ഥാനപരമായൊരു പ്രശ്നമുണ്ടായാൽ ഒരു കാലതാമസമില്ലാതെ നടപടിയുണ്ടാകും. സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുന്ന വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം മന്ത്രിസഭയിലുമുണ്ട്. ശിവശങ്കറിനെ ഇനിയും സംരക്ഷിക്കരുതെന്ന വികാരം മുന്നണിയിലും ഉയർന്നു കഴിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ റമീസിനെ കസ്റ്റഡിയിൽ വിട്ട് കിട്ടണമെന്ന കസ്റ്റംസിന്റെ അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുള്ള 4 പേരെയും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ ഹാജരാക്കും. സ്വപ്നയെയും സന്ദീപിനെയും NIA ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്.
സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ സരത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇടനിലക്കാരനായ റമീസിനെ പിടികൂടിയത്. റമീസാണ് ഇടപാടിലെ മറ്റിടനിലക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ കസ്റ്റംസിന് നൽകിയത്. റമീസിൽ നിന്ന് സ്വർണം വാങ്ങി അത് വിതരണം ചെയ്യുന്ന 4 പേരെയും കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. മൂവാറ്റുപുഴ സ്വദേശിയായ ജലാലാണ് ഇതിൽ പ്രധാനി. ജലാലടക്കം 4 പേരെയും മണിക്കൂറുകളോളം കസ്റ്റംസ് ചോദ്യം ചെയ്തു. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ ഹാജരാക്കും. അതേസമയം കേസിലെ 4ാം പ്രതിയായ റമീസിനെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും ഇയാൾക്ക് അഭിഭാഷകനുണ്ടാകാതിരുന്നതിനാൽ അത് പരിഗണിച്ചിരുന്നില്ല. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന റമീസിനെ കസ്റ്റംസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. സരിത്തിന്റെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. സ്വപ്നയെയും സന്ദീപിനെയും ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പടരുന്ന ആശങ്ക. ലോകത്ത് 2 ദിവസത്തിനു ശേഷം വീണ്ടും 24 മണിക്കൂറിനിടെ 2 ലക്ഷത്തിലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആകെ രോഗബാധിതരുടെ എണ്ണം 1,34,00,000 കടന്നു. 5,80,000-ത്തിലധികം പേരാണ് ഇതുവരെ മരിച്ചത്. അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും സ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നു. രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് അമേരിക്ക, ഫ്രാൻസ്, ഹോങ്കോങ് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ വീണ്ടും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങി. അതിനിടെ അമേരിക്ക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തിയ മരുന്ന് ആദ്യഘട്ട പരീക്ഷണങ്ങൾ കോവിഡിനെതിരെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തി. എന്നാൽ കോവിഡ് ബാധിച്ചവരുടെ പ്രതിരോധശേഷി വേഗത്തിൽ നശിക്കുമെന്ന കണ്ടെത്തൽ മരുന്നു പരീക്ഷണത്തിന് വെല്ലുവിളിയാകുമെന്നും ശാസ്ത്രലോകം പറയുന്നു. കേരളത്തിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കുത്തനെ ഉയർന്നു. 3ാം ഘട്ടത്തിൽ ഇന്നലെ വരെ 2223 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം പകർന്നത്. ഇതിൽ ഭൂരിഭാഗം കേസുകളും 2 ആഴ്ചക്കിടെയാണ് റിപ്പോർട്ട് ചെയ്തത്. ക്ലസ്റ്ററുകൾക്ക് പുറത്തേക്കും രോഗം പകർന്നാൽ കേരളത്തിൽ സമൂഹവ്യാപനം സ്ഥിരീകരിക്കും. പുറത്തുനിന്ന് വന്ന കോവിഡ് രോഗികളുടെ എണ്ണത്തേക്കാൾ ഇന്നലെ ആദ്യമായി സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ എണ്ണം മുകളിലെത്തി. ആകെ റിപ്പോർട്ട് ചെയ്ത 608 രോഗികളിൽ 396 സമ്പർക്കമായിരുന്നു. വിവിധ ക്ലസ്റ്ററുകളിൽ രോഗം അനിയന്ത്രിതമായി പടരുകയാണ്. ഇനി സമൂഹവ്യാപനം എന്ന ഏറ്റവും അപകടകരമായ ഘട്ടമാണ് മുന്നിൽ. നമ്മുടെ സംസ്ഥാനം അനുദിനം കോവിഡ് വ്യാപനത്തിൻ്റെ രൂക്ഷതയിലേക്ക് പോകുന്നുവെന്നാണ്. മെയ് 4-ന് ശേഷം 8431 പേർക്കാണ് ഇന്നലെ വരെ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ സമ്പർക്ക രോഗികളുടെ എണ്ണം 2223 സമ്പർക്ക രോഗികളുടെ എണ്ണം 10% താഴെയായിരുന്നു. എന്നാൽ 2 ആഴ്ച കൊണ്ട് സമ്പർക്കത്തിലൂടെ രോഗികളുടെ എണ്ണം 26%-ലധികമായി ഉയർന്നു. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം പകർന്നത്, 712 പേർ. ആലപ്പുഴയിൽ 259-ഉം എറണാകുളത്ത് 235-ഉം മലപ്പുറത്ത് 219 പേർക്കും സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളത്ത് സമ്പർക്കം വഴി കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. തീരദേശ മേഖലയായ ചെല്ലാനത്ത് ഇതുവരെ 103 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിലെ വിവിധ ആശുപത്രികളിലായി 430 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ചെയ്തത്. 70 കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 46 പേർക്ക് രോഗവ്യാപനമുണ്ടായത് സമ്പർക്കത്തിലൂടെ. തീരദേശ മേഖലയായ ചെല്ലാനത്ത് കഴിഞ്ഞ ദിവസം 20 പേർക്ക് കൂടി സമ്പർക്കത്തിൽ രോഗം സ്ഥിരീകരിച്ചു. ചെല്ലാനം പ്രദേശത്ത് മാത്രം 103 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം. ആലുവയിൽ 13 പേർക്കും സമ്പർക്കം വഴി രോഗം സ്ഥിരീകരിച്ചു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുന്ന ചെല്ലാനത്ത് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അരിയുൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ വീടുകളിൽ എത്തിക്കും. BPL APL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും 5 കിലോ അരി വീതം വീടുകളിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആളുകളുടെ വീടുകളിലെല്ലാം വളണ്ടിയർമാർ എത്തിച്ചു കൊടുക്കും. ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ റേഷനറി വാങ്ങാൻ ആവശ്യമായ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആലുവ, കീഴ്മാട് പഞ്ചായത്ത്, ചെല്ലാനം എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ന്യൂസ് 18 കൊച്ചി. സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് നിയന്ത്രണം കർശനമാക്കി ജില്ലാ ഭരണകൂടം. പൊതുപരിപാടികളിൽ ആൾക്കൂട്ടത്തിന് വിലക്കേർപ്പെടുത്തി. മാർക്കറ്റുകളിലും ഹാർബറുകളിലും ആളുകൾ പ്രവേശിക്കുന്നത് തടയും. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ 58 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 53 പേർക്കും രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെ. കൂടുതൽ കേസുകൾ തുണേരി പഞ്ചായത്തിലാണ്. വടകര മാർക്കറ്റിൽ 250 പേരിൽ ആന്റിജൻ പരിശോധന നടത്തിയതിൽ 16 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു.
ജില്ലയിൽ കൂടുതൽ മേഖലകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം പൊതുപരിപാടികളിൽ 10-ൽ കൂടുതൽ ആളുകൾ പങ്കെടുത്താൽ കർശന നടപടിയെടുക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. എല്ലാ മാർക്കറ്റ്സ്, എല്ലാ ഹാർബേഴ്സിലെ റെസ്ട്രിക്റ്റഡ് സോൺസ് ആയിട്ടാണ് നമ്മൾ തീരുമാനം എടുത്തിട്ടുള്ളത്. മാർക്കറ്റ്സും ഹാർബേഴ്സും. ജനങ്ങൾ കൂട്ടമായെത്തുന്ന പാളയം മാർക്കറ്റ്, സെൻട്രൽ മാർക്കറ്റ്, മിഠായി തെരുവ് എന്നിവിടങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കും. സാമൂഹിക അകലം പാലിക്കാത്തവർക്കും മാസ്ക് ധരിക്കാത്തവർക്കുമെതിരെ കർശന നടപടിയുണ്ടാകും. കണ്ടെയ്ൻമെന്റ് സോണുകളിലും കൂടുതൽ പോലീസ് പിക്കറ്റുകൾ ഏർപ്പെടുത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് സംസ്ഥാനത്ത് സമരവും പ്രതിഷേധവും പാടില്ലെന്ന് ഹൈക്കോടതി. രാഷ്ട്രീയ പാർട്ടികൾ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. മാനദണ്ഡങ്ങൾ ലംഘിച്ച് സമരം സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. ജൂലൈ 2 കോവിഡ് മാനദണ്ഡം അനുസരിച്ച് സംസ്ഥാനത്ത് എത്ര സമരങ്ങൾക്ക് അനുമതി നൽകിയെന്ന് നാളെ അറിയിക്കണമെന്ന് സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. ഹർജിയിൽ വിശദമായി നാളെ വാദം കേൾക്കും. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2-ന് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഫലം പ്രഖ്യാപിക്കുന്നത്. 2 ഘട്ടങ്ങളായിട്ടായിരുന്നു മൂല്യനിർണ്ണയം. സംസ്ഥാനത്തെ 8 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി 3020 അധ്യാപകരെ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ക്രമീകരിച്ചായിരുന്നു മൂല്യനിർണ്ണയം. ജൂൺ 24-ന് മൂല്യനിർണ്ണയം പൂർത്തിയായി. 2 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടന്നത്. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. എഴുതിയ പരീക്ഷകളുടെ മാർക്കിന്റെ ശരാശരി അടിസ്ഥാനമാക്കിയും ഇന്റേണൽ മാർക്കും കണക്കിലെടുത്താണ് ഫലം തയ്യാറാക്കുന്നത്. ഏറ്റവും മികച്ച മാർക്ക് ലഭിച്ച 3 വിഷയങ്ങളുടെ ശരാശരിയായിരിക്കും റദ്ദാക്കിയ പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിനായി എടുക്കുക. 3 പരീക്ഷകൾ മാത്രമാണ് എഴുതിയതെങ്കിൽ 2 വിഷയങ്ങളുടെ മാർക്കിന്റെ ശരാശരി പരിഗണിക്കും. 1-2 പരീക്ഷകൾ മാത്രം എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഇന്റേണൽ അസസ്മെന്റ് പരിഗണിച്ചാകും മൂല്യനിർണ്ണയം. മാർക്ക് കുറവാണെന്ന് തോന്നുന്ന വിദ്യാർത്ഥികൾക്ക് ഓപ്ഷണൽ പരീക്ഷ നടത്തും. എഞ്ചിനീയറിംഗ്, ഫാർമസി പ്രവേശന പരീക്ഷകൾ നാളെ നടക്കും. കേരളത്തിന് പുറമെ ഡൽഹി, മുംബൈ, ദുബായ് എന്നിവിടങ്ങളിലുമായി 1,10,250 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഏപ്രിൽ 20, 21 തീയതികളിലായി നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷയാണ് കോവിഡ് കാരണം നീണ്ടുപോയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന് പല കോണുകളിൽ നിന്ന് അഭിപ്രായമുയർന്നു. എങ്കിലും പരീക്ഷ നടത്താമെന്ന ഉറച്ച തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേക ക്രമീകരണങ്ങളും പൂർത്തിയാക്കി. 1,10,250 വിദ്യാർത്ഥികൾ കീം പരീക്ഷ എഴുതുന്നുണ്ട്. കണ്ടെയ്ൻമെന്റ് സോൺ, ഹോട്ട്സ്പോട്ട്, ട്രിപ്പിൾ ലോക്ഡൌൺ മേഖലകളിൽ കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചാണ് പരീക്ഷയ്ക്ക് ഒരുക്കങ്ങൾ. പരീക്ഷയ്ക്ക് മുൻപും ശേഷവും എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളും ഫയർഫോഴ്സ് അണുവിമുക്തമാക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പാക്കുന്നതിന് 3000-ഓളം സന്നദ്ധ സേനാ പ്രവർത്തകരെ വിനിയോഗിച്ചു. കുട്ടികളുടെ തെർമൽ സ്കാനിംഗ്, സാനിറ്റൈസിംഗ് എന്നിവയ്ക്ക് ശേഷമാകും ഹാളിലേക്ക് പ്രവേശനം. ഇതര സംസ്ഥാനക്കാരായ വിദ്യാർത്ഥികൾക്കും ക്വാറന്റീനിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്കും പ്രത്യേക റൂമുകൾ സജ്ജീകരിച്ചു. യാത്രാ സൗകര്യം ലഭ്യമാക്കുന്നതിനായി KSRTC പ്രത്യേക സർവീസ് നടത്തും. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം രാവിലെയും വൈകുന്നേരവും സ്പെഷ്യൽ സർവീസ് നടത്തും. കൂടാതെ ആവശ്യാനുസരണം സർവീസിനായി ബസ് ഓൺ ഡിമാൻഡും ക്രമീകരിച്ചു. പരീക്ഷാ കേന്ദ്രങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലും ഉണ്ടാകാനിടയുള്ള തിരക്കൊഴിവാക്കി സാമൂഹിക അകലം ഉറപ്പാക്കുന്നതിന് പോലീസിന് സഹായം ഉറപ്പാക്കും. തിരുവനന്തപുരം ജില്ലയിലെ സൂപ്പർ സ്പ്രെഡ് മേഖലകളിൽ നിന്നുള്ള 70 വിദ്യാർത്ഥികൾ വലിയതുറ സെന്റ് ആന്റണീസ് HSSൽ പരീക്ഷ എഴുതും. ഡൽഹിയിലെ പരീക്ഷാ കേന്ദ്രത്തിന് അനുമതി ലഭിക്കാത്തതിനാൽ ഫരീദാബാദ് JC ബോസ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പുതിയ കേന്ദ്രമായി നിശ്ചയിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാനക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ ജാഗ്രതാ പോർട്ടൽ വഴി ഷോർട്ട് വിസിറ്റ് പാസ് ലഭ്യമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ലീഗ് വിരുദ്ധ നീക്കങ്ങളെ പരസ്യമായി വിമർശിച്ച സംസ്ഥാന നേതാവിനെതിരെ സംഘടനാ നടപടി. സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കുട്ടി ഹസൻ ദാരിമിക്ക് സമസ്ത കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ലീഗിനെതിരെ നിലപാടെടുക്കുന്ന സംസ്ഥാന നേതാക്കളെ നിലയ്ക്ക് നിർത്തുമെന്നായിരുന്നു കുട്ടി ഹസൻ ദാരിമിയുടെ പ്രസ്താവന. രാഷ്ട്രീയ നിലപാടിനെ ചൊല്ലി സമസ്തയിലുടലെടുത്ത തർക്കം പരസ്യമാകുന്നത് ഇതാദ്യമാണ്. മുസ്ലിം ലീഗ് സ്വാധീനത്തിൽ നിന്ന് മാറി സമസ്ത സ്വതന്ത്ര നിലപാടെടുക്കുന്നതിനെതിരെയായിരുന്നു സംഘടനാ നേതാവും പ്രഭാഷകനുമായ കുട്ടി ഹസൻ ദാരിമിയുടെ വിമർശനം. ഇത്തരം നിലപാടെടുക്കുന്ന നേതാക്കൾ മുനാഫിക്കുകൾ അഥവാ കപടവിശ്വാസികളാണെന്നും ഇവരെ നിലക്ക് നിർത്തുമെന്നും സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ കുട്ടി ഹസൻ ദാരിമി വ്യക്തമാക്കി. ഈ മുസ്ലിം ലീഗുകളുടെ സംഘശക്തി പൊളിക്കുന്ന, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മുസ്ലിം രാഷ്ട്രീയം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി സമൂഹത്തിൻ്റെ ഇടയിൽ ഇവർ എളുമ്പിറാവും.
കേട്ടോ. മാത്രമല്ല അവർ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടും. ആ പണി തുടരരുത്. അത് പണി തുടർന്ന് അവരത് തുടരുകയാണെങ്കിൽ അവരെ നമ്മൾ നിലക്ക് നിർത്തും. നേതാക്കൾക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചതോടെയാണ് സമസ്ത നടപടി. സമസ്തയെ ഇകഴ്ത്തുന്ന പരാമർശങ്ങളിൽ ഒരാഴ്ചക്കകം വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസ്. മുസ്ലിം ലീഗിനോട് എക്കാലവും ചേർന്നു നിന്ന സമസ്ത അടുത്ത കാലത്തായി സ്വതന്ത്ര നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. പൗരത്വ നിയമ പ്രക്ഷോഭങ്ങളിലും ഏറ്റവും ഒടുവിൽ പള്ളികൾ തുറക്കുന്ന വിഷയത്തിലും മുസ്ലിം ലീഗ് നിലപാടിനെ സമസ്ത ചോദ്യം ചെയ്തിരുന്നു. സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കണമെന്ന് വാദിക്കുന്ന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നിലപാട് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിൽ അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ പരസ്യ പ്രഖ്യാപനമാണ് കുട്ടി ഹസൻ ദാരിമിയുടെ പ്രസ്താവനയും തുടർന്നുള്ള സമസ്ത നടപടിയും. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. രാജസ്ഥാൻ കോൺഗ്രസിലും സർക്കാരിലും പ്രതിസന്ധി തുടരുന്നതിനിടെ BJP MLA-മാരുടെ യോഗം ഇന്ന് ജയ്പൂരിൽ ചേരും. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും PCC അധ്യക്ഷ പദവിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സച്ചിൻ പൈലറ്റിനെ BJP നേതാക്കൾ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എങ്കിലും മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. തനിക്കൊപ്പം നിന്ന പ്രവർത്തകർക്ക് നന്ദി അറിയിച്ച സച്ചിനും ഭാവി നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ അവസാനിച്ചത് 2020 മത്സരമാണെന്നും ടെസ്റ്റ് മത്സരം വരാൻ ഇരിക്കുന്നതേയുള്ളൂ എന്നുമായിരുന്നു ഒഴിവാക്കപ്പെട്ട മന്ത്രി വിശ്വേന്ദ്ര സിംഗിന്റെ പ്രതികരണം. ഇന്നലെ രാത്രി മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ വസതിയിൽ ചേർന്ന മന്ത്രിസഭായോഗം രാഷ്ട്രീയ സാഹചര്യവും മന്ത്രിസഭാ വികസനവും ചർച്ച ചെയ്തു. 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് സൂചന. നാളെയോ മറ്റന്നാളോ ആയി സത്യപ്രതിജ്ഞ നടത്താനാണ് ധാരണ. എന്നാൽ ഗെഹ്ലോട്ട് സർക്കാരിന് ഭൂരിപക്ഷമില്ലെന്നും വിശ്വാസ വോട്ട് തേടണം എന്നുമാണ് BJPയുടെ ആവശ്യം. ഒരേയൊരു MT. മലയാളിയുടെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്ക് ഇന്ന് 87ാം പിറന്നാൾ. കോവിഡ് കാലമായതിനാൽ ആരവമൊഴിഞ്ഞുള്ള പിറന്നാൾ ദിനമാണ് MTക്കേത്. സന്ദർശകരില്ലാത്ത നാളുകളാണ് MTക്ക്. കോഴിക്കോട്ടെ കൊട്ടാരം റോഡിലെ സിതാരയിൽ എഴുത്തുകാരന് കോട്ട്, പുസ്തകങ്ങളും പത്രവുമെല്ലാം. 87ാം പിറന്നാൾ ദിനം ഇങ്ങനെ കടന്നുപോകും, ആളും ആരവുമില്ലാതെ. ജന്മനാൾ അനുസരിച്ച് ഓഗസ്റ്റ് 8-നാണ് കുടുംബത്തിന്റെ ആഘോഷം. കർക്കിടകത്തിലെ ഉത്രട്ടാതി നക്ഷത്രം. കോവിഡിൽ തട്ടി കാലം നിശ്ചലമെന്ന് തോന്നിക്കുമ്പോഴും മലയാളി MTയെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നീണ്ടകാലം വീട്ടിൽ കഴിയേണ്ടി വന്ന അനുഭവം MTക്ക് മുമ്പുണ്ടാകില്ല. പതിവ് രീതികൾ എല്ലാം മാറി, രോഗഭീതി മാറി, എല്ലാം പഴയപടിയാകുന്ന കാലം വരുമെന്ന പ്രതീക്ഷയിലാണ് മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം. S വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. മലബാറിന്റെ സമഗ്ര വികസനത്തിന് വഴി തുറക്കുന്ന തുരങ്കപാതയുടെ അലൈൻമെന്റ് അവസാന ഘട്ടത്തിൽ. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നിർദ്ദിഷ്ട പാത. പാതയ്ക്ക് 7.8 കിലോമീറ്റർ ദൂരമാണ് കണക്കാക്കുന്നത്. വയനാട് ചുരംപാതയ്ക്ക് ബദലായി നിർമ്മിക്കുന്നതാണ് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഇതിനായി 4 അലൈൻമെന്റുകൾ കണ്ടെത്തി. ഇതിൽ ഏറ്റവും അനുയോജ്യമായ അലൈൻമെന്റാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അലൈൻമെന്റ് കടന്നുപോകുന്ന മേഖലകളിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്ദർശിച്ചു. ഇപ്പോൾ ഫീൽഡിലുള്ള സർവേയാണ്. അപ്പോൾ ഫീൽഡിലുള്ള സർവേയും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡും കൊങ്കൺ റെയിൽവേയാണ് നിശ്ചയിക്കേണ്ടത്. നേരത്തെ 6.2 കിലോമീറ്റർ ദൂരമാണ് പാതയ്ക്ക് കണക്കാക്കിയിരുന്നത്. പുതിയ അലൈൻമെന്റ് പ്രകാരം 1.5 കിലോമീറ്ററോളം ദൂരം വർദ്ധിക്കും. നിലവിൽ ഏത് ഭാഗത്തു നിന്നുമാണ് പാത ആരംഭിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട്. ആസാദ് മുഖത്തിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ് പണം തട്ടിയതായി ടിക്ടോക്ക് താരത്തിന്റെ പരാതി. പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശി ജിഷ്ണുവാണ് പോലീസിൽ പരാതി നൽകിയത്. ജയറാം അഭിനയിക്കുന്ന സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് വയനാട് സ്വദേശി ശ്യാം 50,000 രൂപ വാങ്ങി കബളിപ്പിച്ചതായിട്ടാണ് പരാതി. ടിക്ടോക്കിൽ സജീവമായിരുന്ന ചെർപ്പളശ്ശേരി കാറൽമണ്ണ സ്വദേശി ജിഷ്ണു വിജയനാണ് ചെർപ്പളശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. 1 വർഷം മുമ്പാണ് പരാതിക്കാസ്പദമായ സംഭവം നടന്നത്. ജയറാം അഭിനയിക്കുന്ന സിനിമയിൽ പുതുമുഖങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വയനാട് സ്വദേശി ശ്യാം പരസ്യം നൽകിയിരുന്നു. ഇത് കണ്ട് അവസരം തേടിച്ചെന്ന പാലക്കാട് സ്വദേശി ജിഷ്ണുവിനെ സിനിമയിലേക്ക് തെരഞ്ഞെടുത്തതായി അറിയിക്കുകയും സെക്യൂരിറ്റി തുകയെന്ന പേരിൽ 50,000 രൂപ വാങ്ങിയെന്നുമാണ് പരാതി. ജയറാമിന്റെയും ജിഷ്ണുവിന്റെയുമെല്ലാം ചിത്രങ്ങൾ വെച്ച് പോസ്റ്ററും തയ്യാറാക്കി. ഇതിൽ ശ്യാം സംവിധായകനും സുജിത് വയനാട് എന്നയാൾ നിർമ്മാതാവുമാണ്. എന്നാൽ 1 വർഷമായിട്ടും സിനിമ തുടങ്ങാതെ വന്നതോടെയാണ് തട്ടിപ്പ് വ്യക്തമായത്.
ജയറാമേട്ടനെ പോലുള്ള വ്യക്തി വലിയൊരു വ്യക്തിയാണ് ഇതിൽ ഈ മൂവി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ട് 50,000 രൂപ കൊടുക്കണം. ഇതിൽ വരുന്ന മെയിൻ ആർട്ടിസ്റ്റുകളൊക്കെ 50,000 രൂപ കൊടുക്കുന്നുണ്ട്. ഇതിൽ പ്രധാന കഥാപാത്രമായിട്ട് വേഷമാണ് ജിഷ്ണു ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. ക്യാഷ് കൊടുത്തതിന് ശേഷം പിന്നെ ഇവർ ഒരു റിപ്ലൈ തരുന്നില്ല. ക്യാഷിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വിളിക്കലൊന്നുമില്ല. വയനാട് സ്വദേശി ശ്യാമാണ് സംവിധായകൻ എന്ന പേരിൽ തട്ടിപ്പ് നടത്തിയതെന്നാണ് പരാതി. കൂടുതൽ പേരെ ഇയാൾ പണം വാങ്ങി ലക്ഷങ്ങൾ കബളിപ്പിച്ചതായി ജിഷ്ണു പറയുന്നു. ഇതുപോലെ ഒരുപാട് പേര് അകപ്പെട്ടിട്ടുണ്ട്. 20,000 50,000 പറഞ്ഞിട്ട് ഒരുപാട് ക്യാഷ് ഇതിന് ഇയാൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ ഇതിൽ അകപ്പെട്ടിട്ടുണ്ട്. പരാതിയിൽ ചെർപ്പളശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശ്യാമിന്റെ സിനിമയെക്കുറിച്ച് അറിയില്ലെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് ജയറാമിന് യാതൊരു അറിവുമില്ലെന്നും അദ്ദേഹത്തോടടുത്ത വൃത്തങ്ങൾ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്.